നമസ്കാരം. ക്രിക്കറ്റിന്റെ മായാലോകത്തേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നമ്മുടെ T20 ക്യാപ്റ്റനായ സ്കൈ 360 ഡിഗ്രിയിൽ ബാറ്റ് ചെയ്യുന്ന സ്കൈക്ക് എന്തു പറ്റി? അതുപോലെ കുറച്ചു കാലത്തെ സ്കൈയുടെ പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്കൈ അങ്ങോട്ട് റെഡി ആവുന്നില്ല, ഫോമൊക്കെ പോയതോ എന്നൊരു തോന്നൽ വരുന്നു. അതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ കുറെ കമന്റുകൾ ഞാൻ കണ്ടു. സഭ്യമായ രീതിയിൽ സംസാരിക്കൂ, ഇവന് സ്റ്റാൻഡേർഡ് ഇല്ല, സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി പോകണം, നിങ്ങളുടെ അവതരണമൊക്കെ കൊള്ളാം, പക്ഷെ സ്റ്റാൻഡേർഡ് പോരാ എന്നുള്ള കുറെ കമന്റുകൾ കണ്ടു. അതിനുള്ള മറുപടി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറയുന്ന ചാനലിൽ ഞാൻ പറയുന്ന ഒരു സാധാരണക്കാരന്റെ വാക്കുകളിലൂടെയാണ്. ഒരു സാധാരണക്കാരൻ ഒരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ജയം കാണുമ്പോൾ ഒരു തോൽവി കാണുമ്പോൾ അവൻ എങ്ങനെ പ്രതികരിക്കും, ആ രീതിയിലാണ് എന്റെ ഈ ചാനൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്റെ മെയിൻ ചാനൽ ആയിക്കോട്ടെ, അവിടെ എല്ലാം ഞാനൊരു സാധാരണക്കാരന്റെ ഭാഷയിലേ പറയുള്ളൂ. ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡ്രമാണ്. ഈ ട്രിവാൻഡ്രത്ത് ഈ പറഞ്ഞ വാക്ക്, അതായത് അടിച്ചു തുറിച്ചു എന്ന് പറയുന്ന വാക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കാണ്. ചിലപ്പോൾ എനിക്ക് ഈ കമന്റ് ഇട്ടവർ ചിലപ്പോൾ മറ്റു ജില്ലയിലുള്ളവരായിരിക്കും, അവർക്ക് അത് കേൾക്കുമ്പോൾ എന്തൊരു എന്നൊരു തോന്നൽ നിൽക്കേണ്ട, ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് ഇതൊക്കെ വളരെ കോമൺ ആണ്. ഇതിപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇപ്പൊ അമ്മയുടെ അടുത്തായാലും നമ്മുടെ സഹോദരങ്ങളുടെ അടുത്തായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകളാണ്. അവനെ അടിച്ച നമ്മൾ അത്രമേൽ നമ്മൾ തോപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ വാക്കുകൾ, അത് സാധാരണ വാക്ക്. അത് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് ആയിട്ടുള്ളത്, മറ്റുള്ള വീഡിയോയിൽ അപേക്ഷിച്ച് ഈ വീഡിയോക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്ന പിന്നീട് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത വീഡിയോയും കൂടിയൊക്കെയാണ് ഈ സാധനം. അപ്പൊ അതിനർത്ഥം ഒരു നല്ലൊരു വിഭാഗം ആൾക്കാർ ചിലപ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ പിന്നെ എന്റെ വീഡിയോ പൊതുവെ കാണുന്നവരായിരിക്കും. ഈ കമന്റ് ഇട്ടവർ ചിലപ്പോൾ മേ ബി റീസെന്റ് ആയിട്ട് കണ്ടു തുടങ്ങിയായിരിക്കും. എന്റെ ചാനലിൽ ഈ തരത്തിലുള്ള പിന്നീട് ഇതൊക്കെ വരുത്തും. ഞാൻ സാധാരണക്കാരന്റെ ഭാഷയിൽ ഇനിയും ഇതുപോലെ ഞാൻ അടിച്ചു തൂർച്ചെന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല, മറ്റുള്ള ജില്ലയിലുള്ളവർക്ക് ചിലപ്പോൾ അതൊരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. പക്ഷെ നമ്മളെ ട്രിവാൻഡ്രത്തുകാർക്ക് അതങ്ങനെ ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. നമ്മൾ നോർമലി വിളിക്കുന്ന പിന്നെ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്, മനസ്സിലായി. അതൊരു ചെറിയ വാക്കായിട്ട് ഞാൻ കാണുന്നില്ല, അതൊരു അശ്ലീല വാക്കായിട്ട് ഞാൻ കാണുന്നില്ല, അതൊരു അസഭ്യ വാക്കായിട്ടും ഞാൻ തെറിയൊന്നുമല്ലല്ലോ വിളിച്ചത്, അതും ഞാൻ കണക്കാക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാം. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് അച്ചടി ഭാഷയിൽ നിങ്ങൾക്ക് ഈ റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് ചാനലുകൾ വേറെയുണ്ട്. എന്തെങ്കിലും മെയിൻ സ്ട്രീം മീഡിയയിൽ പോവുക, അല്ലാതെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് വളരെ അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന അവരുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവർ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങോട്ട് പോയി കാണുക. ഞാൻ പറയുന്നത്, ഞാൻ എന്നും പറയുന്ന ഒരു കേസ്, എന്റെ എല്ലാ ചാനലും എടുത്ത് നോക്കിയാലും ശരി, സാധാരണക്കാരന്റെ ഭാഷയാണ് ഞാൻ ഇവിടെ. സാധാരണക്കാരന്റെ വികാരമാണ് ഞാൻ ഇവിടെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് തന്നെ എന്റെ വാക്കുകളും അല്ലെങ്കിൽ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയും അത് തന്നെയായിരിക്കും. അത് ഇഷ്ടമുള്ളവർക്ക് നിൽക്കാം, ഇല്ലാത്തവർക്ക് പോകാം. അപ്പൊ ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു വന്നത് ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ സ്കൈയെ നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ T20 ക്യാപ്റ്റൻ ആയതിനു ശേഷം സ്കൈയുടെ പെർഫോമൻസ് അത്ര അങ്ങോട്ട് വരും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതായത് ഇന്ത്യ തുടർച്ചയായി ജയിച്ചു വരികയാണ്. സ്കൈയുടെയും പിന്നെ കോച്ചായ ഗംഭീറിന്റെയും കീഴിൽ ഇന്ത്യ നിരന്തരം ഇങ്ങനെ ജയിച്ചു വരുന്നത് കൊണ്ട് ഈ സ്കൈയുടെ പെർഫോമൻസിൽ നമുക്ക് വലുതായിട്ട് നമ്മൾ ആരും ചോദ്യചിഹ്നം ഉയർത്തുന്നില്ല എന്നുള്ളതാണ്. അതായത് സ്കൈ 2024 ശേഷം സ്കൈയുടെ ആവറേജ് നോക്കിക്കഴിഞ്ഞാല് മാച്ച് കളിച്ച് 19 മാച്ച് സ്കൈ അതിൽ കളിച്ചിട്ടുണ്ട്. റൺ അടിച്ചു കൂട്ടിയെന്ന് വെച്ചാൽ 429 റൺസ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ആവറേജ് വെറും 25 സ്കൈ നമുക്കറിയാലോ, 360 ബാറ്റ് ചെയ്തും 4 ഭാഗം അടിച്ച് റൊട്ടിയാക്കുന്ന ഒരു സ്കൈ നമുക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇവിടെ ആവറേജ് വെറും 19 മാച്ച്, ഏതാണ്ട് 20 മാച്ച് കളിച്ചപ്പോൾ വെറും 25 ഉള്ളൂ ആവറേജ്. നിർമ്മിത വളരെ കുറവാണ്, സ്കൈയെ അപേക്ഷിച്ച് വളരെ കുറവാണ്. സ്ട്രൈക്ക് റേറ്റ് 150 സ്ട്രൈക്ക് റേറ്റും പിന്നീട് തീർച്ചയായിട്ടും 50 മാത്രം അടിച്ചിട്ടുണ്ട്, ബാക്കി 100 അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് മുമ്പേ ക്യാപ്റ്റൻ ആണതിന് മുമ്പേ സ്കൈ ഭയങ്കര അടിയായിരുന്നു, ഉളപ്പൻ അടിയും കാര്യങ്ങളും. പിന്നീട് ആൾക്കാരെ പിന്നെന്താണ് പറയുക, തൊടിയിക്കാതെയുള്ള അടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു സ്കൈ. പക്ഷെ ക്യാപ്റ്റൻ ആയതിനു ശേഷം പ്രത്യേകിച്ച് 2024 തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്കൈയുടെ പെർഫോമൻസ് ആസ് എ ഒരു ബാറ്റർ എന്നുള്ള നിലയിൽ അവന്റെ പെർഫോമൻസ് താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പിന്നെന്താണ് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ, കാരണം കളി ജയിക്കുന്നുണ്ട്, അവൻ കളിച്ചില്ലെങ്കിലോ അവന്റെ പിന്നെ ബാക്കിയുള്ളവരെ അവനെ എന്ത് ചെയ്തു, അവനൊരു സ്കൈയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരെയും ഈ ടീമിലുള്ള എല്ലാവരെയും ഒരു എന്താ പറയുക, ഒരു സ്നേഹത്തോടുകൂടിയാണ്. എല്ലാവർക്കും സ്കൈയുടെ അടുത്ത് എന്തും പറയാം, സ്കൈയുടെ അടുത്ത് പിന്നെ എന്തും ചോദിക്കാനുള്ള ഒരു ധൈര്യം, അതായത് അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ പറയുന്ന രോഹിത് ശർമ്മയോ അല്ലെങ്കിൽ ധോണിയൊക്കെ ആണെങ്കിൽ അവർക്ക് പറയാൻ മടിയാണ്, ഇതിനർത്ഥം എന്താണ് പറയുന്നത്, അവരുടെ ക്യാപ്റ്റൻ ആ ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെ അങ്ങോട്ട് ചങ്കുകളെ പോലെയാണ് ഈ പറയുന്ന സ്കൈ
മറ്റ് ടീം അംഗങ്ങളോട് ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും അവന്റെ വിജയത്തിൽ അവനൊരു സെഞ്ചുറി അടിക്കുമ്പോൾ അവനെ ആശ്ലേഷിച്ചുകൊണ്ട് അവനോട് പറയുന്ന വാക്കുകളും ഒക്കെ നമ്മളൊരു ഉറ്റ സുഹൃത്തുക്കൾ അല്ലേ, പിന്നീട് സുഹൃത്തുക്കൾ ചെയ്യുന്ന രീതിയിലാണ്. അതെല്ലാ സഞ്ജുവിന്റെ അടുത്ത് മാത്രമല്ല അവിടെയുള്ള എല്ലാ ടീം അംഗങ്ങളോടും ഈ പറയുന്ന സ്കൈക്ക് അങ്ങനെ ഒരു ബന്ധം വളർത്തിയെടുക്കാൻ കഴിയുന്നത് അത് തന്നെ അത് ഒരു നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസിൽ അത് പിന്നെ അവർക്ക് പ്രചോദനമായിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഇനിയും സ്കൈയുടെ ലാസ്റ്റ് 10 മാച്ചുകൾ, ലാസ്റ്റ് 10 പിന്നെ T20 മാച്ചുകൾ സ്കൈ എത്ര അടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 26, പിന്നെ ഒരു 8, പിന്നെ ഒരു 29, പിന്നെ വീണ്ടും ഒരു 8, പിന്നെ ഒരു 75. എനിക്ക് തോന്നുന്നത് ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലാണ് 75, പിന്നെ ഒരു 21, പിന്നെ ഒരു 4, പിന്നെ ഒരു 1, പിന്നെ ഒരു കളി അവൻ കളിച്ചിട്ടില്ല, പിന്നെ ലാസ്റ്റ് കളി 0. അപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ 10 കളികളിൽ ഒരു 50 വന്നത് ഈ 75 മാത്രമാണ്. ബാക്കിയെല്ലാം 26, 8, 29, 8, 21, 4, 0, 0. കഴിഞ്ഞ ലാസ്റ്റ് 3 കളി നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 3 കളിയിൽ ഒരു കളി 1, 0 അല്ല, ഒരു കളിയിൽ 1, ഒരു കളിയിൽ അവന് ബാറ്റിംഗ് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല, അടുത്ത കളി 0. ഇതാണ് സ്കൈയുടെ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ അപ്പൊ പിന്നെ സ്കൈക്ക് എന്ത് പറ്റി, പിന്നെ ഈ ഒരു അല്ലാത്ത ഒരു നമ്മൾ സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വരുന്നുണ്ട്. സ്കൈക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ എന്താണ് ഈ പിന്നെ പരിക്കുകൾ വളരെ നല്ല രീതിയിൽ സ്കൈയെ അലട്ടുന്നുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നു. അതുപോലെ ഈ ഒരു സംഭവം എനിക്ക് പരിക്കാണ് എന്നുള്ള സംഭവം ബോർഡിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള വാർത്തകൾ, സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വരുന്നു. അതുകൊണ്ട് ഏത് സമയവും ഈ പറയുന്ന സ്കൈയിനെ മാറ്റാം. അവിടെ സഞ്ജു സാംസൺ ക്യാപ്റ്റൻ ആകും, മർക്കസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണെ ആകും എന്നുള്ളൊരു വാർത്ത ഞാൻ പറയുന്നത് തമാശയായിട്ടും മറ്റായിട്ടും അങ്ങനെ ഒരു വാർത്തയും വരുന്നുണ്ട്. അത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന ചിലരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചതാണ്. അടുത്ത സ്കൈ അതാ പക്ഷെ പരിക്ക് പറ്റി മാറുകയാണെങ്കിൽ സഞ്ജു സാംസണെ ആസ് എ ക്യാപ്റ്റൻ ആയിട്ട് പരിഗണിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം നമുക്കറിയാമല്ലോ IPL രാജസ്ഥാനെ ഈ പറയുന്ന എന്താണ് ഒരുപാട് പിന്നീട് നയിച്ചുകൊണ്ട് അല്ലെ ക്യാപ്റ്റൻസി നയിച്ചുകൊണ്ട് സഞ്ജുവിന് നല്ല പിന്നെ ക്യാപ്റ്റൻസി മികവുണ്ട്. അത് ക്യാപ്റ്റൻസിയുടെ മികവ് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് സഞ്ജു സാംസൺ. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസനെ അടുത്ത ഈ സ്കൈക്ക് എന്തെങ്കിലും പരിക്ക് പറ്റി മാറുകയാണെങ്കിൽ സഞ്ജു സാംസനെ ക്യാപ്റ്റൻ ആയിട്ട് വരാനുള്ള ഹൈ ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്കൈ പരിക്കിന്റെ പിടിയിലാണ്, പൂർണ്ണമായും ഫിറ്റ് അല്ല എന്നുള്ള വാർത്തകൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നാളെയാണ് അടുത്ത T20 ഉള്ളത്. നാളെ 7 മണിക്കാണ് അടുത്ത T20. നാളത്തെ T20യിലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ, അവരെ ഓട്ടിച്ചിട്ട് അടിച്ച് തുറിച്ച് ഇന്ത്യ ജയിക്കും എന്ന് തന്നെയാണ് എനിക്ക് അതിലും പറയാനുള്ളത്. അങ്ങനെ ഒട്ടിയായിട്ട് നമ്മൾ ഇന്ത്യയിൽ ഇപ്പം സഞ്ജു സാംസണെ എടുക്കാത്തത് കൊണ്ട് എനിക്ക് നീരസമുണ്ട്, എനിക്ക് വിരോധമുണ്ട്, ഈ പറഞ്ഞ പോലെ എനിക്ക് ദേഷ്യമുണ്ട്. എന്റെ കളി ഞാൻ എന്റെ രീതിയിൽ, എന്റെ ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ ഞാൻ അത് പറയും, പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇത് സെലക്ഷൻ കമ്മീഷനെ ഞാൻ ചിലപ്പോൾ തെറി വിളിച്ചു എന്ന് പറയും, അവരെ മോശമായിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അവരെ ആക്ഷേപിച്ചൊന്നിരിക്കും, ഒക്കെ ശരി തന്നെ. പക്ഷേ നമ്മള് ഒരു ടീം ഇന്ത്യ കളിക്കുമ്പോൾ അതിപ്പോ ആരൊക്കെ ഇല്ലെങ്കിലും കൂടി ഇന്ത്യ കളിക്കുമ്പോൾ ഇന്ത്യ ഒരിടത്തും തോക്കരുത്, ഇന്ത്യ എല്ലാ കളിയിലും ജയിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ സഞ്ജു സാംസനെ എടുത്തില്ല, അതുകൊണ്ട് ഇന്ത്യ തോറ്റ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പൊട്ടട്ടെ, 8 നിലയിൽ പൊട്ടട്ടെ, അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. എവിടെ ആയാലും ഇന്ത്യ അത് പിന്നീട് ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഏത് മേഖലയിലായാലും, ഹോക്കിയോ ഏത് സ്പോർട്സ് ആയാലും, ഏത് മേഖലയിലായാലും മറ്റുള്ള രാജ്യത്തേക്കാൾ നമ്മുടെ രാജ്യം എപ്പോഴും മുൻപന്തിയിൽ 1ാം സ്ഥാനത്ത് വരണമെന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.